2011 ഫെബ്രുവരി മാസം 7-ാം തീയതി ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി യൂണിയൻ്റെ ഏതാണ്ട് ഒരു 10-20 പേര്, അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു, ഭാരവാഹികളെല്ലാം കൂടിയാണ് എൻ്റെ ഈ വീട്ടിൽ വരികയും കുന്നോന്നിലെ ആലന്തറയിൽ ഉള്ള എൻ്റെ ഉദ്ദേശം 20 ഏക്കർ സ്ഥലം, 23 ഏക്കർ സ്ഥലം മൊത്തമുണ്ട്. അത് ആധാരം 19 ഏക്കർ 64 സെൻറ്റ് സ്ഥലമാണ്. അത് ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി അവർക്ക് ഒരു ഗണിച്ച യൂണിയന് വേണ്ടി ഒരു പ്രസ്ഥാനം പുതുതായിട്ട് പൂഞ്ഞാറ്റിൽ വരുന്നതിന് സഹകരിക്കണം എന്ന് പറയുകയും നിങ്ങളുടെ സ്ഥലം എനിക്ക് ഞാൻ യൂണിയന് വേണ്ടി തരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളത് വിലയിൽ ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് ലാസ്റ്റ് 3 കോടി രൂപ വില സംബന്ധിച്ച് 1 വർഷത്തെ കാലാവധി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ 1 വർഷത്തെ കാലാവധിക്കാണ് 3 കോടി രൂപ വില സംബന്ധിച്ച് ഞങ്ങൾ കച്ചവടം ഉറപ്പിക്കുന്നു. അങ്ങനെ 8-ാം തീയതി പിറ്റേ ദിവസം 10 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിരിക്കുകയും എഴുതി കരാർ ഉറപ്പിക്കുന്നു. 1 വർഷം കൊണ്ട് ഇവർക്ക് യൂണിയന് പല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പം പലതരത്തിൽ ഇതിന് കാലതാമസമൊക്കെ വന്നപ്പോൾ അതിന് ചെറിയ നഷ്ടമൊക്കെ എനിക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെ 1 വർഷം കൊണ്ട് ഇതിൻ്റെ ഇടപാടുകൾ മുഴുവൻ തീർത്ത് ഒരു ഉദ്ദേശം ഒരു 13 ഏക്കർ സ്ഥലത്തോളം 2 പ്രാവശ്യമായിട്ട് എഴുതി മേടിച്ചിട്ടുണ്ട്. ബാക്കി ഇത് 6 ഏക്കർ സ്ഥലം മിച്ചം എഴുതാൻ കിടപ്പുണ്ട്. അങ്ങനെ ഇതിൻ്റെ പൈസയെല്ലാം അത് ഈ പല തവണയായിട്ട് ചെറിയ തുകകൾ വരെ, അതായത് 30,000 രൂപ വരെ എനിക്ക് അതിനകത്ത് തന്നിട്ടുണ്ട് പല തുകകൾ. ഇതെല്ലാം യൂണിയന് അതിൻ്റെ ഈ ഓരോ തവണ തന്ന പൈസയ്ക്കും അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ അതിൻ്റെ ഡേറ്റും സൈഡ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൗച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് സമയം കഴിഞ്ഞ് തന്നിരിക്കുന്ന പൈസകൾ മാത്രമേ ഉള്ളൂ, പൈസ എടുക്കുക, ബാക്കി മുഴുവൻ ചെക്കായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വളരെ പിന്നെ യൂണിയൻ്റെ ഭാരവാഹികളും നേരത്തെ എനിക്ക് പിന്നെ സമയത്ത് ചെല്ലാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരാരും പൈസ എടുത്ത് കൊടുത്ത് ഞാൻ എനിക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പൈസയും ഞാനാണ് കഴിച്ചിരിക്കുന്നത്. എനിക്കിനി ഒരു പൈസ പറയുന്ന പേരിൽ എനിക്ക് തരാനുമില്ല. 3 കോടിയുടെ ഇടപാടിൽ 1,35,00,000 രൂപ അപഹരിച്ചെന്ന് കേസ് കൊടുത്ത ആളുകൾ തന്നെയാണ് ഈ ഭൂമി വിൽക്കുന്നതിനും വിലങ്ങുതടിയായിരിക്കുന്നത്. ഈ ഭൂമി 3,80,00,000 രൂപയ്ക്ക് വിൽക്കുവാൻ ഏകകണ്ഠമായി കൗൺസിൽ തീരുമാനിച്ചപ്പോൾ മീനച്ച് യൂണിയൻ റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണെന്ന ആരോപണം ഉന്നയിച്ചു. കഴമ്പില്ലാത്ത നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്ന കപടമുഖങ്ങളെ സമുദായ സ്നേഹികൾ തിരിച്ചറിയുക.